ഹലോ മൈ ഡിയേഴ്സ്, നാസിൻ്റെ 4ാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. താഴെ കൊടുത്ത ഖണ്ഡിക വായിച്ച് 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. തേനീച്ചകൾ ചെറുപ്രാണികളാണ്. തേനീച്ചകൾക്ക് വേഗത്തിലും പതുക്കെയും പറക്കാൻ കഴിയും. അവയ്ക്ക് മുകളിലോട്ടും താഴോട്ടും പറക്കാൻ കഴിയും. പൂക്കളിലെത്താൻ അവയ്ക്ക് പറക്കേണ്ടതുണ്ട്. തേനീച്ചകൾ 3 നിറത്തിലുണ്ട്. അവ മഞ്ഞയും ചുവപ്പും ഓറഞ്ചും നിറത്തിലുണ്ടാകും. അവയ്ക്ക് 6 കാലുകളുണ്ട്. അവയുടെ കാലുകൾ ഭക്ഷണത്തിനും പരാഗശേഖരണത്തിനുമായി ഉപയോഗിക്കുന്നു. തേനീച്ചകളിൽ നിന്ന് നമുക്ക് തേൻ ലഭിക്കുന്നു. ചോദ്യം 1. തേനീച്ചകൾ എന്താണ്? തേനീച്ചകൾ ചെറു പ്രാണികളാണ്. ഉത്തരം ചെറു പ്രാണികൾ. ഇവിടെ ഓപ്ഷൻസ്: ജന്തുക്കൾ, പക്ഷികൾ, ചെറുപ്രാണികൾ, പരാഗങ്ങൾ. ഉത്തരം ചെറു പ്രാണികൾ. ഇവിടെ തന്നിട്ടുണ്ടല്ലേ, തേനീച്ചകൾ ചെറു പ്രാണികളാണ്. ചോദ്യം 2. തേനീച്ചകൾക്ക് ഡാഷ് കാലുകളുണ്ട്. 2, 4, 6, 8. അവയ്ക്ക് 6 കാലുകളുണ്ട്. ഉത്തരം 6. ചോദ്യം 3. അവ പുഷ്പങ്ങളിലേക്ക് പറക്കുന്നത് ഡാഷ് ആണ്. 1. ഭക്ഷണത്തിനും പരാഗശേഖരണത്തിനും. 2. ഇലകളും തണ്ടുകളും ശേഖരിക്കാൻ. 3. ഭക്ഷണം ഉണ്ടാക്കാൻ. 4. കളിക്കാനും രസിക്കാനും. അവയുടെ കാലുകൾ ഭക്ഷണത്തിനും പരാഗശേഖരണത്തിനുമായി ഉപയോഗിക്കുന്നു. ഭക്ഷണത്തിനും പരാഗശേഖരണത്തിനും. അതാണ് ഉത്തരം. ചോദ്യം 4. തേനീച്ചകൾ നമുക്ക് ഡാഷ് തരുന്നു. പഴങ്ങൾ, തേൻ, ഇലകൾ, പൂക്കൾ. തേനീച്ചകളിൽ നിന്ന് നമുക്ക് തേൻ ലഭിക്കുന്നു. ഉത്തരം തേൻ. ചോദ്യം 5. തേനീച്ചകൾ ഡാഷ് ആണ്. ശ്രദ്ധയുള്ളവർ, നിരുപദ്രവകാരികൾ, നിറമുള്ളവ, നിറമില്ലാത്തവ. തേനീച്ചകൾ 3 നിറത്തിലുണ്ട്. അവ മഞ്ഞയും ചുവപ്പും ഓറഞ്ചും നിറത്തിലുണ്ടാവും. അപ്പോൾ തേനീച്ച നിറമുള്ളവയാണ്. പാരഗ്രാഫ് പ്രകാരം ഉത്തരം നിറമുള്ളവ. താഴെ കൊടുത്ത ചുവർ പരസ്യം പോസ്റ്റർ വായിച്ച് 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. എന്തിനെക്കുറിച്ചാണെന്ന് നോക്കാം. ഇന്നു തന്നെ മാങ്ങ കുടിക്കൂ. മാംഗോ ടൈം ജ്യൂസ് നിങ്ങളുടെ ദിവസം തുടങ്ങാൻ ഉത്തമ മാർഗമാണ്. നല്ല രുചി. മുതിർന്നവർക്കും കുട്ടികൾക്കും ഉത്തമം. മാങ്ങയും വെള്ളവും ചേർന്നതാണ് മാംഗോ ടൈം. നല്ല രുചി. മുതിർന്നവർക്കും കുട്ടികൾക്കും ഉത്തമം. മാങ്ങയും വെള്ളവും ചേർന്നതാണ് മാംഗോ ടൈം. തീരെ പഞ്ചസാര തീരെ ചേർക്കാത്തത്. ഇവിടെ ഒരു പ്രത്യേക ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കത്രികയുടെ ചിഹ്നമുണ്ട്. ഇവിടെ മുറിക്കുക, സൂപ്പർ മാർക്കറ്റിൽ എത്തിക്കുക, മാംഗോ ടൈം വാങ്ങുക, കുപ്പിയുടെ വില മാത്രം നൽകുക, മറ്റൊരു കുപ്പി സൗജന്യമായി നേടുക. ഇനി ചോദ്യം നോക്കാം. 6. ചുവർ പരസ്യമനുസരിച്ച് മാംഗോ ടൈം ഡാഷ്. തണുത്തതാണ്, മധുരമുള്ളതാണ്, സ്വാദുള്ളതാണ്, ചവർപ്പുള്ളതാണ്. ഇവിടെ നല്ല രുചി എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉത്തരം സ്വാദുള്ളതാണ്. സ്വാദുള്ളതാണ്. ചോദ്യം 7. ചുവർ പരസ്യമനുസരിച്ച് മാംഗോ ടൈമിൽ ഡാഷ് ഇല്ല. മാങ്ങ, പഞ്ചസാര, വെള്ളം, ഉപ്പ്. പഞ്ചസാര തീരെ ചേർക്കാത്തത് എന്നിവിടെ തന്നിട്ടുണ്ട്. സോ
ഉത്തരം പഞ്ചസാര. ചോദ്യം 8. മാംഗോ ടൈം വരുന്നത് ഡാഷ് ആണ്. ജാറിൽ, ഗ്ലാസ്സിൽ, കുപ്പിയിൽ, കപ്പിൽ. ഇവിടെ തന്നിട്ടുണ്ടല്ലേ. കുപ്പിയുടെ വില മാത്രം നൽകുക, മറ്റൊരു കുപ്പി സൗജന്യമായി നേടുക. അപ്പോൾ കുപ്പിയിലാണ് വരുന്നത്. ഉത്തരം കുപ്പിയിൽ. ചോദ്യം 9. മാംഗോ ടൈം ജ്യൂസ് ദിവസം തുടങ്ങാൻ ഉത്തമ മാർഗമാണ്. മാംഗോ ടൈം എപ്പോഴാണ് കുടിക്കേണ്ടത്? ദിവസം തുടങ്ങുന്നതാണല്ലേ. ഉച്ചയ്ക്ക് ശേഷം, വൈകുന്നേരം, രാത്രി, രാവിലെ. അപ്പോൾ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെയാണ്. അതുകൊണ്ട് ഉത്തരം രാവിലെ. ചോദ്യം 10. ഈ ചിത്രത്തിൽ കത്രികയുടെ ചിത്രം എന്തിനാണ്? എവിടെ മുറിക്കണമെന്ന് കാണിക്കാൻ, കത്രികയുടെ പ്രവർത്തനം കാണിക്കാൻ, മാംഗോ ടൈമിനൊപ്പം കത്രികയും കിട്ടുമെന്ന് കാണിക്കാൻ, കത്രിക എങ്ങനെയാണെന്ന് കാണിക്കാൻ. ഇവിടെ ശരിയായ ഉത്തരം ഉണ്ടോ? ഇവിടെ കത്രികയും കൊടുത്തിട്ടുണ്ട്, മുറിക്കേണ്ട അടയാളം ഉണ്ടല്ലേ. അപ്പോൾ എവിടെ മുറിക്കണമെന്ന് കാണിക്കാനാണ് കത്രികയുടെ ചിഹ്നം കൊടുത്തിരിക്കുന്നത്. ഉത്തരം എവിടെ മുറിക്കണമെന്ന് കാണിക്കാൻ. ചോദ്യം 21. ഒരു ബലൂൺ കമ്പനി ബലൂണുകളിൽ 9 സംഖ്യകൾ അച്ചടിച്ചിട്ടുണ്ട്. ഒരു ബലൂണിലുള്ള സംഖ്യയിൽ 9 വരുന്നുണ്ട്. അതിൻ്റെ സ്ഥാനമൂല്യം എന്താണ്? സ്ഥാനവില എന്താണ്? 123, 694, 81, 587, 75, 547. അപ്പോൾ ഇതിൽ വരുന്നത് 694 694ൻ്റെ സ്ഥാനവില 9 വരുന്നത് 10ൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ ഓപ്ഷനിലുണ്ടോ നോക്കാം. 10, 1, 100 ഇതൊന്നുമല്ല. 10 ഓപ്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഉത്തരം 10. 22. 10ൻ്റെ സ്ഥാനത്ത് 6 വരുന്ന എത്ര മേഘങ്ങളുണ്ട്? 10ൻ്റെ സ്ഥാനത്ത് 6 വരുന്ന എത്ര മേഘങ്ങളുണ്ട്? 546, 896, 62, 316, 165, 611, 967, 561, 764, 845. ഇത്രയും സംഖ്യകളാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻസ് 1, 6, 5, 3, 9. എത്ര മൂല്യം എണ്ണി നോക്കാം. 967 10ൻ്റെ സ്ഥാനം 1, 2, 3, 4, 5. ബാക്കിയൊന്നും വരുന്നില്ല. അപ്പോൾ ഉത്തരം 5. ചോദ്യം 23. ഒരു തീവണ്ടി രാവിലെ 8:20 പ്ലാറ്റ്ഫോമിലെത്തുകയും 8:57 പോവുകയും ചെയ്തു. തീവണ്ടി പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടത് എത്ര മിനിറ്റാണ്? 8:57 കുറക്കണം 8:20. 7, 5 2 കുറച്ചാൽ 3, 37 മിനിറ്റ്. ഓപ്ഷനിൽ 37 മിനിറ്റ്, 20 മിനിറ്റ്, 27 മിനിറ്റ്, 57 മിനിറ്റ് ഉണ്ട്. ഉത്തരം 37 മിനിറ്റ്. ചോദ്യം 24. ഒരു പശുവിന് 4 കാലുകളുണ്ടെങ്കിൽ 7 പശുക്കളുള്ള തൊഴുത്തിൽ ആകെ എത്ര കാലുകളുണ്ടാവും? അപ്പോൾ നമുക്കറിയാം ഈ ഗുണനമാണ് വരുന്നത് അല്ലേ. ഒരു പേനക്ക് 5 രൂപയാണെങ്കിൽ 2 പേനയ്ക്ക് എത്ര എന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? 5 ഗുണിക്കണം 2. അതുപോലെ ഒരു പശുവിന് 4 കാലുണ്ടെങ്കിൽ 7 പശുവിന് എത്ര കാലുണ്ടാവും? അപ്പം 4 പശു ഗുണിക്കണം 7 കാല് സമം 28. ഓപ്ഷനിൽ 28 ഉണ്ട്. 74, 47, 28, 11 ഓപ്ഷനിലുള്ളത്. ഉത്തരം 28. ചോദ്യം 25. മോഹൻ പല്ലു തേക്കാൻ 25 മിനിറ്റ്. ചോദ്യം 25. മോഹൻ പല്ലു തേക്കാൻ 5 മിനിറ്റും കുളിക്കാൻ 10 മിനിറ്റും പ്രാതൽ കഴിക്കാൻ 15 മിനിറ്റും
മുടി ചീകാനും വസ്ത്രധാരണത്തിനും 20 മിനിറ്റും എടുക്കുന്നു. ഇതെല്ലാം കൂടി ചെയ്യാൻ മോഹൻ എത്ര സമയമെടുക്കുന്നു? കൂട്ടി നോക്കാം. പല്ല് തേക്കാൻ 5 മിനിറ്റ് കൂട്ടണം. കുളിക്കാൻ 10 മിനിറ്റ്. പ്രാതൽ കഴിക്കാൻ 15 മിനിറ്റ്. മുടി ചീകാനും വസ്ത്രധാരണത്തിനും 20 മിനിറ്റ്. 5 5 10, 10ന് 0, ബാക്കി 1. 1 1 2, 1 3, 2 5. 50 മിനിറ്റ്. ഓപ്ഷനിലുണ്ട്. ഓക്കെ, ഉണ്ട്. ഓപ്ഷൻ 4 50 മിനിറ്റ്. ചോദ്യം 26. താഴെ കൊടുത്ത നക്ഷത്രങ്ങളെ 5 വീതമുള്ള ഗണങ്ങളായി തിരിച്ചാൽ എത്ര ഗണങ്ങൾ കിട്ടും? ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ കൂട്ടങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ കുറേ നക്ഷത്രമുണ്ട്. 5 വീതം കൂട്ടങ്ങളാക്കണം. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. എത്ര കൂട്ടങ്ങളുണ്ട് എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7 8 കൂട്ടങ്ങളുണ്ട്. ഓപ്ഷനിൽ 8 ഉണ്ടോ? 8 ഉണ്ടല്ലേ. അപ്പോൾ ഓപ്ഷൻ 4 8 കൂട്ടങ്ങളാക്കാൻ പറ്റും. ചോദ്യം 28. ചുവരിലെ ചിത്രം നോക്കൂ. ചില സ്ഥലത്ത് സമചതുരത്തിലുള്ള ടൈലുകൾ നിരത്തിയിരിക്കുന്നു. ഇത് പൂർത്തിയാക്കാൻ ഇനി എത്ര ടൈലുകൾ കൂടി വേണം? ഇവിടെ 1 2 3 4 5 6. 1 2 3 4 5 6 ടൈലുകൾ വേണം. 6 ടൈലുകൾ. ചോദ്യം 29. ചീന 15 മീറ്റർ ചുവന്ന നാടയും 29 മീറ്റർ നീല നാടയും 23 മീറ്റർ പച്ച നാടയും വാങ്ങി. അവൾ ആകെ വാങ്ങിയ നാടയുടെ നീളം എത്ര? 15 മീറ്റർ ചുവന്ന നാട, 29 മീറ്റർ നീല നാട, 23 മീറ്റർ പച്ച നാട. 9 5 14 3 17, ബാക്കി 1. 2 2 4 2 6, 67 മീറ്റർ. ഓപ്ഷനിൽ 67 മീറ്റർ ഉണ്ട്. ഉത്തരം 67 മീറ്റർ. ചോദ്യം 30. താഴെ തന്നിരിക്കുന്ന ക്ലോക്കിൽ കാണിച്ചിരിക്കുന്ന സമയം എഴുതുക. ചെറിയ സൂചി 9നും 10നും ഇടയിലാണ്. അപ്പോൾ 9, 5ൻ്റെ വലിയ സൂചി 5ൻ്റെ സ്ഥാനത്തേക്ക് 9:25. ഉത്തരം 9:25. ചോദ്യം 31. വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ച് മാതൃക പൂർത്തിയാക്കുക. ഇതൊരു പാറ്റേൺ പോലെയാണ്, രൂപങ്ങൾ വെച്ചിട്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള പാറ്റേൺ ഇതിങ്ങനെ. അടുത്തത് ഏതെന്ന് കണ്ടുപിടിക്കണം. ഇതിലേതാ ചേരുക? ഓപ്ഷൻ 2. ഇനി ഈ ഒരു പാറ്റേൺ അല്ലേ വേണ്ടത്, അപ്പോൾ ഇത്. ഉത്തരം ഓപ്ഷൻ 2. ചോദ്യം 32. കൃഷ്ണ തൻ്റെ 3 കളിപ്പാട്ടങ്ങളിൽ പാവകളും കാറുകളും പട്ടങ്ങളും എത്രയുണ്ടെന്ന് കണക്കാക്കുന്നു. ഓരോന്നും എത്ര വീതം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. പാവ, കാർ, പട്ടം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഇത് എണ്ണി നോക്കാം എത്ര എണ്ണം ഉള്ളതെന്ന്. പാവകൾ എത്ര എണ്ണം ഉണ്ട്? 1 1 2 3 4 5 6 7 8 8 പാവ. പട്ടം
1 2 3 4 5 6 പട്ടം. കാറുകളോ 1 2 3 4 5 6 7. പട്ടം 6, പാവ 8, കാറ് 7. അങ്ങനെയാണ് വരുന്നത് അല്ലേ? ഇതിലിപ്പോൾ ശരിയായ ഓപ്ഷൻ 6, 8, 7 വരുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ. 6, 8, 7. ചോദ്യം 38. പാൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. രാജു ഇത് വളരെ ഇഷ്ടപ്പെടുകയും ദിവസവും കുടിക്കുകയും ചെയ്യുന്നു. നമുക്ക് പാൽ തരുന്ന മൃഗം ഏതെന്ന് തിരിച്ചറിയുക. ഒട്ടകം, കോഴി, പശു, മയിൽ. ഇതിലേതാണ് പശു? പശുവിന് ചുറ്റും വട്ടം വരക്കാം. ഓക്കെ. ചോദ്യം 39. മീര വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അച്ഛൻ്റെ കൂടെ ഒരു അപരിചിതൻ ഇരിക്കുന്നത് കണ്ടു. തൻ്റെ സഹോദരനാണ് അതെന്ന് അച്ഛൻ മീരയോട് പറഞ്ഞു. ആ അപരിചിതനെ മീര എന്തു വിളിക്കും? സഹോദരൻ, അമ്മാവൻ, അച്ഛൻ, കസിൻ. അച്ഛൻ്റെ സഹോദരനെ നമ്മൾ എന്ത് വിളിക്കല്? അമ്മാവൻ. ഓക്കെ. ചോദ്യം 40. തീവണ്ടി സാധാരണ റോഡിലൂടെ ഓടാറില്ല. തീവണ്ടി പാതയിലൂടെയാണ് അവ ഓടുന്നത്. ഈ പാതകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ത് അസംസ്കൃത പദാർത്ഥം കൊണ്ടാണ്? ഈ തീവണ്ടി പാളമില്ലേ, ഇത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കോൺക്രീറ്റ്, മരം, ഇരുമ്പ്, മണ്ണ്. കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ? ഇരുമ്പ്. ചോദ്യം 41. നാം പലതരം പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നു. അവയിൽ ചിലത് ഇവിടെ നൽകുന്നു. സാധാരണ നിലയ്ക്ക് അവയിൽ പച്ചയായി കഴിക്കാത്തത് ഏത്? ഉള്ളി, വഴുതിനങ്ങ, തക്കാളി, പഴം, ക്യാരറ്റ്. ഇവിടെ ഇത് പച്ചയായി കഴിക്കാത്തത് ഏതാണ്? വഴുതിനങ്ങ. വഴുതിനങ്ങയാണ് പച്ചയായി കഴിക്കാൻ പറ്റാത്തത്. ബാക്കിയെല്ലാം നമ്മൾ ഈ ക്യാരറ്റ് നമ്മൾ വെറുങ്ങനെ സാലഡിലൊക്കെ കൂട്ടുന്നുണ്ട്. ഉള്ളിയും സാലഡിൽ മുറിച്ചിടാറുണ്ട്. പഴവും നമുക്ക് പച്ചക്ക് കഴിക്കാം. പക്ഷെ വഴുതിനങ്ങ പച്ചക്ക് കഴിക്കാൻ പറ്റില്ല. ഉത്തരം വഴുതിന. ചോദ്യം 42. താഴെ കൊടുത്ത പ്രാണികളിൽ നിങ്ങൾ വീടുകളിൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഏത്? പാറ്റ, കൊതുക്, ചിത്രശലഭം, ഈച്ച. ഇതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടം ഏതിനെയാ? ചിത്രശലഭം. പൂമ്പാറ്റയാണല്ലേ? അപ്പോൾ പൂമ്പാറ്റ. ചോദ്യം 43. സമീറിൻ്റെ അച്ഛൻ അവൻ്റെ മുത്തശ്ശിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. ആശുപത്രി കണ്ടുപിടിക്കാൻ സമീർ റോഡിൽ ഏത് ചിഹ്നമാണ് നോക്കേണ്ടത്? ഈ ചിഹ്നത്തില്ലേ പ്ലസ് ചിഹ്നമുണ്ട്, ഈ ഒരു ചിഹ്നമുണ്ട്, ഇതുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് ആശുപത്രിയുടേത്? നമുക്കറിയാം ഇത്. ഓക്കെ. ചോദ്യം 44. തൻ്റെ പുതിയ ഡ്രസ്സ് തയ്പ്പിക്കാൻ നീതുവിന് തുണി വാങ്ങണം. തുണിയുടെ അളവിനായി നീതു ആശ്രയിക്കേണ്ട യൂണിറ്റ് ഏതാണ്? കിലോമീറ്റർ, മീറ്റർ, മില്ലിമീറ്റർ, ലിറ്റർ. കിലോമീറ്ററും വേണോ? വേണ്ട. മീറ്റർ, മില്ലിമീറ്റർ, ലിറ്റർ. മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ലിറ്റർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ, ജലത്തിൻ്റെ അളവാണ്. അപ്പോൾ ഇവിടെ മീറ്റർ. നമ്മൾ സാധാരണ 2 മീറ്റർ, 3 മീറ്റർ, 5 മീറ്റർ എന്നൊക്കെ തുണിയുടെ അളവിന് പറയാറുണ്ട്. ഓക്കെ. ചോദ്യം 45. വെള്ളം എല്ലായിടത്തുമുണ്ട്. അതിനു പല രൂപങ്ങളുണ്ട്. വെള്ളത്തിൻ്റെ രൂപമല്ലാത്തത് ഏതെന്ന് കണ്ടുപിടിക്കാമോ? ഇവിടെ ഇത് വെള്ളത്തിൻ്റെ രൂപം തന്നെ. ഇത് വെള്ളം തിളക്കുന്ന രൂപമാണ്. ഇത് വെള്ളം ഐസായതാണ്. ഇത് വെള്ളത്തിൻ്റെ അവസ്ഥയല്ല, ഖരാവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ 4. ചോദ്യം 46. നീലത്തിൻ്റെ സ്കൂളിൽ കളികൾക്കും കായിക വിനോദങ്ങൾക്കുമുള്ള നല്ല സൗകര്യങ്ങളുണ്ട്. അകക്കളികളായ ചെസ്സ്, ലുഡോ, ക്യാരം മുതലായവയുണ്ട്. പുറം കളികളായ ബാഡ്മിൻ്റൺ, ടെന്നീസ്, ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നിവയും കളിക്കാറുണ്ട്. മൈതാനത്ത് മാത്രം വെച്ച് കളിക്കാവുന്ന കളികൾ ഏതെല്ലാമാണ്? ഓപ്ഷൻസ്: ക്രിക്കറ്റ്, ഫുട്ബോൾ, ക്യാരംസ്, ക്രിക്കറ്റ്, ലുഡോ, ഫുട്ബോൾ, ലുഡോ, ടെന്നീസ്. ഇതിലേതാണ്?
ക്രിക്കറ്റ്, ഫുട്ബോൾ. ചോദ്യം 47. വെള്ളം സംരക്ഷിക്കാൻ കഴിയുന്നത്. പല്ലു തേക്കുമ്പോൾ ടാപ്പ് തുറന്നിട്ടുകൊണ്ട്, ഗ്ലാസ് നിറയെ വെള്ളമെടുത്ത് പകുതി കുടിച്ച ശേഷം ബാക്കി കളഞ്ഞുകൊണ്ട്, ഉപയോഗിച്ച ശേഷം അടക്കാൻ മറക്കുന്നതിലൂടെ, പല്ലു തേക്കുന്ന സമയത്ത് തുടർച്ചയായി ടാപ്പ് തുറന്നിടാതെ. ഓപ്ഷനിൽ നമ്പർ 4 ആണ് ശരി ഉത്തരം. Okay my dears, see you soon in the next video. Bye bye and take care.